പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മെയ് മാസം 1-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ വർഷത്തിൻ്റെ 5-ാം മാസത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മളോട് കൃപ തോന്നി. കഴിഞ്ഞ 4 മാസം എന്ന് മാത്രമല്ല, നാം ഓരോരുത്തരെയും ജനനം മുതൽ ഈ നിമിഷം വരെയും അതിശയകരമായി അത്ഭുതകരമായി കാത്തുപരിപാലിച്ച ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് മെയ് മാസം 1-ാം തീയതിയിലേക്കുള്ള വാഗ്ദത്ത വചനത്തിനായി പ്രാർത്ഥനയോടെ കാതോർക്കാം. ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 22-ാം വാക്യം. ജെറമ്യ ചാപ്റ്റർ 33 വേഴ്സ് 22 നാം ഇപ്രകാരം വായിക്കുന്നു: ആകാശത്തിലെ സൈന്യത്തെ എണ്ണുവാനും കടൽപ്പുറത്തെ മണൽ അളക്കുവാനും കഴിയാത്തതുപോലെ ഞാൻ എൻ്റെ ദാസനായ ദാവീദിന്റെ സന്തതിയെയും എൻ്റെ ശുശ്രൂഷകന്മാരായ ലേവ്യരെയും വർദ്ധിപ്പിക്കും. യിരെമ്യാ പ്രവാചകനിൽ കൂടി ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്ന അരുളപ്പാടാണ് ഇന്ന് വാഗ്ദത്ത വചനമായി നാം വായിച്ച് കേട്ടത്. ദൈവത്തിൻ്റെ തൻ്റെ ജനത്തോടുള്ള കൺസേൺ, കരുതൽ എത്രത്തോളം ഉന്നതമാണ് എന്ന് ഈ വാക്യങ്ങളിൽ കൂടെ വ്യക്തമാണ്. തൻ്റെ ജനത്തെ ദൈവം കരുതത്തക്കവണ്ണം ഒരു മനുഷ്യൻ പോലും മനസ്സിൽ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ തമ്പുരാൻ കരുതും എന്നതിന് ഒരു മനുഷ്യന് ദർശിക്കാൻ പറ്റുന്നതിൻ്റെ അളവിനെ ഉദാഹരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകാശത്തിലെ സൈന്യം അഥവാ നക്ഷത്രങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയുമോ? അതെ, കടൽപ്പുറത്തെ മണൽ നമുക്ക് അളന്നോ എണ്ണിയോ തരംതിരിച്ചോ മാറ്റുവാൻ കഴിയുമോ? അതെ, അതേ നിലയിൽ ദാവീദിന്റെ സന്തതിയിൽ തന്റെ ജനത്തിനു വേണ്ടി, തന്റെ ജനത്തെ കരുതുന്നതിനു വേണ്ടി തന്റെ പദ്ധതി എത്രയോ ഉന്നതമാണ്. തന്റെ വേലയിൽ ശുശ്രൂഷിക്കുന്ന ലേവ്യരും ദൈവത്താൽ വർദ്ധിതരായി തീരും. അതെ, 2024 5-ാം മാസമായ മെയ് മാസം ജീവജലം ശ്രവിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും, സഹോദരങ്ങൾക്കും, എൻ്റെ യുവജന സുഹൃത്തുക്കൾക്കും, കുഞ്ഞുങ്ങൾക്കും വർധനവിന്റെയും അനുഗ്രഹത്തിന്റെയും കരുതലിന്റെയും നന്മയുടെയും ദിനങ്ങളായി തീരട്ടെ. നിങ്ങളെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ഉയരത്തിലെ ദൈവം വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളുടെ സമസ്ത മേഖലകളെയും ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ ഉയരത്തിൽ നിന്നുള്ള കൃപകൾ ചൊരിഞ്ഞ് ധാരാളമായി അനുഗ്രഹിച്ച് മാനിക്കട്ടെ. അതെ പ്രിയമുള്ളവരെ, നമുക്കൊന്നിച്ച് ശക്തമായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥാപനങ്ങളിൽ, നമ്മുടെ ബിസിനസ് സംരംഭങ്ങളിൽ, നമ്മുടെ ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും പഠിക്കുന്നിടത്തോ ജോലി ചെയ്യുന്നിടത്തോ വിവാഹിതരായി പോയിരിക്കുന്നിടത്തോ എവിടെയാണെങ്കിലും അവിടെയെല്ലാം ഇന്നത്തെ വാഗ്ദത്ത വചനം അവരുടെ മേൽ ഒരു അനുഗ്രഹ മഴയായി പെയ്തിറങ്ങട്ടെ. വർദ്ധിത വീര്യത്തോടെ അനുഗ്രഹത്തോടെ അവരെല്ലാം നന്മയാൽ ജീവിക്കട്ടെ. അതെ, ഈ മാസം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹത്തിന്റെയും കൃപയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ആയുരാരോഗ്യത്തിന്റെയും ദിനങ്ങളായി തീരട്ടെ. വചനത്താൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഒരുപക്ഷെങ്കിൽ
കഴിഞ്ഞ 4 മാസം ആഗ്രഹിച്ച പലതും ലഭിക്കാത്തവർ എന്നെ കേൾക്കുന്നുണ്ടാവാം. ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാത്ത വിവിധ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം. എന്നാൽ ഈ 5-ാം മാസമാകുന്ന മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും മടക്കിത്തരുന്ന, ഇരട്ടിയായി നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു ധന്യമാസമായി തീരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ പരീക്ഷകൾ എഴുതി വിജയത്തിനായിട്ട് കാത്തിരിക്കുന്ന മാസമാണ് ഈ മെയ് മാസം. കഴിഞ്ഞ 3-4-5 മാസങ്ങളായി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങൾക്ക് ഒരനുഗ്രഹമായി ഭവിക്കട്ടെ. വിടുതൽ ലഭിക്കട്ടെ. അതെ, നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ എല്ലാ മേഖലകളിലും ദൈവകൃപ വ്യാപരിച്ച് നിങ്ങളുടെ ആത്മീയ മേഖല, ശുശ്രൂഷ മണ്ഡലങ്ങൾ, കുടുംബജീവിതം, അതെ, നിങ്ങളുടെ പേരും പറപ്പും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ മാസം നിങ്ങളുടെ ഔദ്യോഗിക ജീവിത മേഖലകളിൽ ഉയർച്ചകൾ പ്രാപിക്കട്ടെ. നിങ്ങളുടെ ആത്മീയ ജീവിതങ്ങളും കഴിഞ്ഞ നാളുകളെക്കാൾ പരിശുദ്ധാത്മ നിറവിൽ ശുശ്രൂഷിപ്പാൻ ഇടയാവട്ടെ. ഈ മെയ് മാസം എല്ലാ സഭകളിലും ശുശ്രൂഷകളുടെ സ്ഥലം മാറ്റ ദിനങ്ങൾ കൂടെയാണല്ലോ. നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട പുതിയ സ്ഥാനങ്ങളും നിലനിൽക്കുന്ന സ്ഥാനങ്ങളും, അതെ, ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ തന്നെ ആത്മനിറവിൽ ഇരട്ടിയായി ശുശ്രൂഷിപ്പാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. അങ്ങനെ ഈ ദിനരാത്രങ്ങൾ അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ഉയർച്ചയുടെയും ദിനങ്ങളായി കർത്താവിനെ സേവിപ്പാനും കർത്താവിന്റെ ഉത്തമ സാക്ഷികളായി നിലകൊള്ളുവാനും സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, 2024 4 മാസങ്ങൾ അതിശയകരമായി ഞങ്ങളെ പരിപാലിക്കുകയും 5-ാം മാസമായ മെയ് മാസത്തിന്റെ 1-ാം തീയതി അതിരാവിലെ അവിടുത്തെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾ നിന്റെ പാദാന്തിക ഇതാ അടുത്തു വരുന്നു. അവിടുന്ന് ഞങ്ങളെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഒരു മനുഷ്യന്റെയും ചിന്താധാരയിൽ പോലും ഇല്ലാത്ത വിധത്തിൽ ഞങ്ങളെ കരുതി കാക്കുന്ന ദൈവമാണെന്ന് യിരെമ്യാ പ്രവാചകനിൽ കൂടി ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഇന്നത്തെ വാഗ്ദത്ത വചനം ഞങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ, ബിസിനസ് സംരംഭങ്ങൾ, ആത്മീയ ശുശ്രൂഷകൾ, കുടുംബജീവിതങ്ങൾ, ആരോഗ്യ മേഖലകൾ, സാമ്പത്തിക മേഖലകൾ, യാത്രകൾ, നിയമകാര്യങ്ങൾ, ഔദ്യോഗിക മേഖലകളെല്ലാം ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ ദൈവത്താൽ കാക്കപ്പെടുന്നതും ഇരട്ടിയായി വർദ്ധിക്കുന്ന വിധത്തിൽ ദൈവകൃപ വ്യാപരിക്കണം. ഏവരെയും അനുഗ്രഹിക്കണം. ഈ മാസം നന്മയുടെയും സന്തോഷത്തിന്റെയും ആയുരാരോഗ്യത്തിന്റെയും ദൈവകൃപയുടെയും മാസമായി കൃപയോടെ ഞങ്ങളെ നടത്തണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ഈ പുത്തൻ മാസമാകുന്ന മെയ് മാസം ജീവജലത്തിന്റെ ഓരോ ശ്രോതാക്കളെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും, നിങ്ങളെ വിട്ട് വിദൂരങ്ങളിലായിരിക്കുന്ന മക്കൾ, കുടുംബം, പ്രിയപ്പെട്ടവർ സകലരെയും തമ്പുരാൻ അതിശയകരമായി കാക്കട്ടെ, അത്ഭുതകരമായി വഴി നടത്തട്ടെ. അതെ, വചനത്തിന്റെ അതേ അവസ്ഥയിൽ നിങ്ങളെ ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ ഈ മെയ് മാസം നന്മയുടെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാസമായി കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.